അത് കാർ സെയിലിൻ്റെ ഒരു സാധനമാണ്, അത് ഞാൻ പറയാം, അതിനെപ്പറ്റി ഞാൻ പറയാം. ഇത്തവണ നമ്മളെ ഒരു കാർ ഞാൻ ഇട്ടായിരുന്നു കാർ സെയിലിന്. അപ്പോൾ അത് എന്തൊരു ഇപ്പം റിജക്റ്റായി. മുമ്പ് ഞാൻ ഇട്ടതിൻ്റെ ഫലം കണ്ട 2000 കോയിൻ കണ്ട 2000 കോയിനാണ് ഇപ്പോൾ കയ്യിലുള്ള. സെനോക്സ് ആണ്. ഓക്കേടാ, ഓക്കെ. 2000 കോയിൻ. ഇന്നലത്തെ ലൈവ് എൻ്റെ സമയത്ത് എൻ്റെ കയ്യിൽ 50 കോയിനേ ഉള്ളായിരുന്നു. 50 കോയിൻ ഉണ്ടാകും തന്നെ, 100 കോയിൻ എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഇപ്പം കണ്ട, ഇപ്പം 2075 കോയിൻ എൻ്റെ കയ്യിലുണ്ട്. 2075 കോയിൻ ചാറ്റ്. എടാ അത് എങ്ങനെയാണെന്ന് ഇന്നലെ നമുക്ക് ഒരു മച്ചാമെന്ന് കാറ് തന്നില്ലായിരുന്നു. അതും പിന്നെ അരുൺ പണിഞ്ഞ കാറും ഞാൻ സെയിലിനിട്ട്. അത് ആദ്യം സെയിലിട്ടപ്പോൾ എൻ്റെ റിവ്യൂ ലിസ്റ്റ് ഈസ് ഫുൾ എന്ന് പറഞ്ഞ് കാണിച്ച് കുറച്ച് സമയം പോയി. എന്നാലും നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ അവസാനം ഇട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ഉണ്ടല്ല സെയിൽ ഓക്കെ. ഞാൻ വെച്ച് ചുമ്മാ റിജക്റ്റായി പോയില്ലേ, ഇതേപോലെ റിജക്റ്റായി പോകുന്നതാണ് വിചാരിച്ച. ഇപ്പം ഇട്ട വണ്ടി റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായതാണ്. പക്ഷേ അതിൽ അത്ര വലിയ വാങ്ങിക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാണ്. അപ്പോൾ ഒമർ വാങ്ങിച്ച ആദ്യത്തെ കാർ 950 കോയിന്, രണ്ടാമത്തെ കാർ 1000 കോയിനുമാണ് ഇട്ടത്. ഇപ്പോൾ കണ്ട 2075 കോയിനാണ് കയ്യിലുള്ള. അതും പോരാ എൻ്റെ പൈസ കണ്ട 30 ലക്ഷം രൂപയും കയ്യിരിപ്പുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നതും അല്ലാതെ കയറ്റി 30 ലക്ഷം രൂപ ഉണ്ട്. ഇന്നത്തെ ഫസ്റ്റ് പരിപാടി തന്നെ ആദ്യം പോയി നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോവാണ്. ഡ്രസ്സ് മാറ്റി പുതിയ ലുക്കിൽ വരാൻ പോവാണ്. ന്യൂ ലുക്കിലെ പുതിയ ലുക്കിൽ വരാൻ പോവാണ്. അതുമല്ല പുതിയൊരു വണ്ടിയും കൂടെ എടുക്കാൻ പോവാണ്. അതാണ് തുടക്കം തന്നെ. അങ്ങനെ ഇറങ്ങാം. പിന്നെ നമ്മളെ പുതിയ വീട് ഇന്നലെ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഹൗസ് വാമിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അത് ഇന്നത്തെ ലൈവിൽ തന്നെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് വരട്ടെ. 5 പേര് വ്യൂസാ. ഞാൻ വെച്ച് ഇപ്പോൾ 2 പേർക്ക് കാണുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും നിങ്ങൾ ഓക്കെ വന്നതിന് താങ്ക് യു. എന്തായാലും ഗ്യാരേജ് കയറട്ടെ. ആദ്യം നമുക്ക് ബണ്ടിൽ സെറ്റാക്കാം. ഡ്രൈവറിൽ പോയിട്ട് ഡ്രസ്സ് സെറ്റാക്കാൻ പോകണം ചാറ്റേ. എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനില്ല. ഇനി ഞാൻ ഒരു ഉടുപ്പിൻ്റെ കാര്യം മാത്രം ചോദിക്കാം. ബാക്കിയൊക്കെ ഞാൻ മുന്നേ ഇത് തീരുമാനിച്ച് വെച്ച കാര്യമാണ്ട്രാ. എന്നെങ്കിലും കോയിൻ വരുവാണെങ്കിൽ എനിക്കിത് എടുക്കണം എന്ന രീതിയിൽ ഞാൻ ഒരു പാൻറ്റും ഷൂവും മുടിയും സഹിതം തീരുമാനിച്ചിട്ടുണ്ട്. ഉടുപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ ചോദിക്കാം. ബാക്കി ഞാൻ ചോദിക്കാനില്ല. ബാക്കി ഉടുപ്പിൻ്റെ കാര്യം ഞാൻ ചോദിക്കാം. മസ്താങ് യൂണിക്കോൺ എടുക്കും ബ്രോ. എടാ മണി കണ്ട, അത് ഞാൻ ഒരു വണ്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ഗെയിം എടുത്ത സമയത്ത് തന്നെ ആ വണ്ടി എന്തെങ്കിലും എടുക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വണ്ടി എടുക്കോളാം ഞാൻ. മസ്താങ് നമുക്ക് പിന്നെയൊക്കെ പൈസ ഉണ്ടാക്കി എടുക്കാം. അരുണേ വന്ന എന്തെല്ലാം പറഞ്ഞാൽ കേട്ടാ. പുതിയ വണ്ടിയും ഉടുപ്പൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. എടാ എന്തായാലും എടുക്കാൻ പോകണം. ആദ്യം ഉടുപ്പ് വേണ്ട. ഉടുപ്പ് പിന്നെ ആദ്യം പാൻറ്റിൽ വേണ്ട. ഈ പാനാണ് ഇപ്പോൾ കിടക്കണം. കണ്ടല്ലോ ഔണ്ട്. ഈ പാൻ എടുക്കണം. എനിക്ക് ഈ പാൻ എടുക്കണം 100 രൂപയ്ക്ക്. അതെടുക്കണം. അത് ബൈ ചെയ്യാൻ പോണ്. ഓക്കെ, ആ പാൻ എടുത്തിട്ടുണ്ട്. ചെരുപ്പ് എനിക്കിത് വേണം. ഇത് ചെരുപ്പ് ഷൂ ഇതെനിക്ക് വേണം. 2 ആയിട്ടുണ്ടേ. എടാ എടുക്കുവാണേ. അടുത്ത അപ്പിയറൻസിലാണോ അവിടെ? അപ്പിയറൻസിലല്ലേ? അപ്പിയറൻസിൽ മുടി. എടാ മുടി ഇതല്ലേ ഇങ്ങോട്ടതായിട്ട് മുടി എവിടെ? മുടി ഇതാണ് ഞാൻ എടുക്കാൻ പോണത്. ഇത് കുറേ യൂട്യൂബേഴ്സ് വയ്ക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് 1-2 പേര് വയ്ക്കണേ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ ഇത് കൊള്ളാൻ തോന്നി. എന്തായാലും ഞാൻ ഇത് എടുക്കാൻ പോവാണ്. നിങ്ങളെ കയ്യിൽ ഇതുണ്ടാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എടാ പിന്നെ ഒരു കാര്യം, എടാ എൻ്റെ ലുക്ക് കോപ്പി അടിച്ച് ആരും പറയില്ല. എടാ കാര്യം പറയാല്ലേ, എൻ്റെ ലുക്ക് കോപ്പി അടിച്ച് ആരും റൂമിൽ വന്ന് കയറില്ലേ? നിങ്ങൾ വേറെ നിങ്ങളെ സ്വന്തം ലുക്ക് വന്നു. എൻ്റെ ലുക്ക് ഞാൻ മതി. ഓക്കെ, എന്തായാലും നോക്കാം. ഇത് വയ്യാൻ പോകണേ. ഇത് 500 കോയിൻ കൂടുതലാണ് ഉള്ള പറയാമല്ലോ. ഇനി ഒരു സംഭവം ഉണ്ട് വാങ്ങിക്കാൻ. ഒരു സംഭവം ഇവിടെ മാസ്ക് വേണ്ട. മാസ്ക് 400 കോയിൻ മുത്തേ. അതിരി കുഴപ്പമില്ല, വാങ്ങിക്കട്ടെ. ഇനി ഉടുപ്പ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കും. ഒരു 3 ഉടുപ്പ് കാണിക്കും. അതിൽ നിങ്ങൾ പറയണേ വാങ്ങിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വാങ്ങിക്കാം. ചാട്ട് നോക്കിക്കോട്ടെ. ബ്രോ വു ആർ യോഹാൻ എന്നെ യോഹാൻ ഫോളോ ചെയ്യും. ഇൻസ്റ്റേ ഫോളോ ചെയ്യണം. അതൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ പിന്നെ ബ്രോ സ്യൂട്ട് ID സെറ്റാകും. സ്യൂട്ട് എടാ സ്യൂട്ടെന്ന് വെച്ചാലേ ഞാൻ ഒരു 3 ഉടുപ്പ് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ. അതാണ് ഞാൻ സ്യൂട്ടിൻ്റെ കാര്യം. സ്യൂട്ട് കൊള്ളായിരിക്കും. എടാ എനിക്ക് നീ പറഞ്ഞ് മനസ്സിലായി. എടാ സ്യൂട്ട് ഞാൻ ഒരു 3 തൽക്കാലം സ്യൂട്ട് വേണ്ട. ഞാൻ 3 ഉടുപ്പ് മനസ്സിൽ ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതിൽ നിങ്ങൾ ഒരെണ്ണം പറ, അത് ഞാൻ എടുക്കാം. ഓക്കെ, സ്യൂട്ട് എനിക്ക് മനസ്സിലായി. അത് നല്ലതായിരിക്കും. എനിക്ക് എവിടെ ഉണ്ടായിരുന്നില്ല. 3 ഉടുപ്പ് ഞാൻ കാണിച്ചു തരാം. അതിലൊരെണ്ണം നിങ്ങൾ പറ, അത് ഞാൻ എടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. അത് എടുക്കണം. സ്യൂട്ട് പിന്നെ എടുക്കാം. നമ്മളെന്തായാലും കോയിനൊക്കെ ഇനി ഷെയർ വെച്ച് വേൾഡ് 2 സെയിലൊക്കെ സെറ്റാക്കാൻ പോവാണല്ലോ. എടാ ഉടുപ്പ് ഇവിടെ താഴെ എവിടെ കിടപ്പുണ്ടായിരുന്നില്ല. അങ്ങ് താഴെ ആയിരുന്നു കേട്ടോ. വേണ്ട. ഒന്നാമത്തെ ഇത് കടും പച്ച, രണ്ടാമത്തെ ഇളം പച്ച.
പിന്നെ മൂന്നാമത്തെ ഈ ചുവപ്പ്. ഇതിലേത് വേണം? ഇതിലൊരെണ്ണം പറ. ചുവപ്പ, ഇളം പച്ച, കടും പച്ച. ഈ മൂന്നുടുപ്പിൽ ഏത് വേണം? നിങ്ങൾ പറയണം, എടുക്കും. എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ. സബ്സ്ക്രൈബേഴ്സ് പറയണ എടുക്കാൻ പോവാണ്. നിങ്ങൾ പറ, ഞാൻ ഇപ്പോൾ എടുക്കും. എൻ്റെ റൂം തൊട്ട് ഇപ്പോൾ വരും. റെഡ് മുത്തേ റെഡ് എന്നാണ് വന്നേക്കണം. അത് ഞാനും മനസ്സിലാലോചിക്കണം. എന്ന് വെച്ചാൽ റെഡ് ഫോക്സ് പേരിനും കൂടെ ഉള്ള മനസ്സിലായില്ലേ, റെഡ് ഫോക്സിന് റെഡ് ഉടുപ്പ്. അപ്പോൾ റെഡ് എടുക്കാൻ പോകണം മുത്തേ. ലെറ്റ്സ് ഗോ ബ്രോ. 600 കോയിൻ കൊടുത്ത്. എടാ പുതിയ ലുക്കേ, ഉള്ള പറയല്ല, പുതിയ ലുക്കേ ബ്രോ. ബ്ലാക്ക് കളർ സ്യൂട്ട് കണ്ടു, അതെടുക്ക് ബ്രോ. എടാ മണികണ്ട, ബ്ലാക്ക് കളർ ഇപ്പം ഞാൻ അതിനി അടുത്ത തവണ നമുക്ക് വേൾഡ് സെയിലൊക്കെ സെറ്റ് ആവുന്ന സമയത്ത് ആ ഉടുപ്പെടുക്കണം. ഇപ്പം തൽക്കാലം ഇതെടുത്തടാ. ഇനി 400 കോയിനുണ്ട്, അത് തൽക്കാലം ഇരിക്കട്ടെ, ചിലപ്പോൾ ആവശ്യം വന്നാലാ. എടാ പുതിയ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ, ഒന്നുകൂടെ കാണിച്ചില്ല. പുതിയ ലുക്ക് നീ കണ്ടില്ല കേട്ടില്ലെന്ന് പറയല്. എടാ എൻ്റെ ലുക്ക് കോപ്പി അടിച്ചുകൊണ്ട് വരല്ലേടാ. നിങ്ങൾ എൻ്റെ ലുക്ക് കോപ്പി അടിക്കല്ലേ. എൻ്റെ ലുക്ക് ഇതാണ്, കോപ്പി അടിക്കല്ലേ. ചെരുപ്പ് എല്ലാം സെറ്റാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമോ? അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വണ്ടി എടുക്കാൻ പോകണേണ് അടുത്ത പരിപാടി. ഏത് വണ്ടിയാണ് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ നോക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് വണ്ടിയിൽ ഗ്യാരേജിൽ സൗണ്ട് പോയടാ. ചുവപ്പ് കളർ ഉടുപ്പ്. എടാ സൗണ്ട് വേണം, പെട്ടെന്ന് വ്യൂസ് കുറഞ്ഞു പോയാൽ. സൗണ്ട് പോയാൽ ഒരു സെക്കൻഡേ നോക്കിയോട്ടെ. എടാ ഈ സൗണ്ട് സീനാണെന്ന് എനിക്ക് ഇന്നലെ ലൈവ് നോക്കിയപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൗണ്ട് കുറഞ്ഞു പോകണ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സൗണ്ട് മൊത്തത്തിൽ പോയാടാ. പക്ഷേ ഇതൊരു ലൊട്ടയാവുമല്ല. നോക്കിയിട്ട് സൗണ്ട് നോക്കിയോട്ടെ. മണിയുണ്ടോ? നിങ്ങളൊന്ന് ഒരു സെക്കൻഡ് കാണേണ്ട വെയിറ്റ് ആക്കെ. വ്യൂസും പെട്ടെന്ന് കുറഞ്ഞിട്ടാ. വ്യൂസ് പെട്ടെന്ന് 7 നിന്ന് 0 വന്ന്. എന്ത് സംഭവിച്ചാൽ എല്ലാവരും പെട്ടെന്ന് എന്തിറങ്ങി പോയാ? സൗണ്ട് പോയാ? എടാ സൗണ്ട് നോക്കിയപ്പോൾ സൗണ്ട് കുഴപ്പമില്ല, ഉണ്ട് ഒരുവിധം ഉണ്ട്. ഈ ഞാൻ ഗെയിമിൻ്റെ സൗണ്ടിൽ കുറച്ചോട്ടെ. ഗോകുൽ ഇല്ല ബ്രോ, കാറ് കാണിക്ക് സൗണ്ട് ഓക്കെ. എടാ കാറ് കാണിച്ചു തരാം. കാർ ഇപ്പോൾ കാണിച്ചു തരാം. മണിയണ്ട, ഒരു നിമിഷം. ഓക്കെ, അടുത്തത് കാർ കാണിക്കാൻ പോവാണ്. കാർ ഗാരേജ് വന്നിട്ട് വേണ്ട പുതിയ കാർ വാങ്ങിക്കാൻ പോവാണ്. 30 ലക്ഷം രൂപ കയ്യിരിപ്പുണ്ടേ. ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏത് കാറെന്ന് വെച്ചാൽ വേണ്ട അങ്ങ് പോട്ട് അങ്ങ് ഇവിടെ എവിടെയും ഞാൻ കണ്ടായിരുന്നല്ല. ഇല്ല ഇങ്ങോട്ട്. ഇതാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. സൗണ്ട് ഓക്കെയാണ്? ഓക്കെ ആയിരുന്നേ. ഓക്കെ. സൗണ്ട് എനിക്ക് ചെറിയ പേടിയാണോ, അത് ലൊട്ടയാവുന്നത്. അതാണ് ഞാൻ പിന്നെ അത് ഓക്കെ. ഇതാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കാറ്. ബുഗാട്ടി. ഞാൻ ഇന്നലെ നോക്കി. ബുഗാട്ടി വെയ്റോണ അങ്ങനെ എന്തിനാണ്. ബുഗാട്ടിയാണ് മുത്തേ. 23,30,000 രൂപയാണ്. 1001 HP, 1400 NM, ഗിയർ S8, മാസ് 1888, COD 37, ടർബോ 3. W or L? W ആണേ. ഇത് ഈ ബുഗാട്ടി പിന്നെ L എന്ന് പറയില്ലാണ് മുത്തേ. കാരണം വെച്ചാൽ 23 ലക്ഷമാണ്. അപ്പോൾ എന്തായാലും വാങ്ങാമല്ലേ. വാങ്ങിക്കാം. എടാ വാങ്ങിക്കാൻ പോവാണേ. സൗണ്ട് എന്തെങ്കിലും ചാറ്റൊന്നും കാണില്ല. പെട്ടെന്ന് സൗണ്ട് അങ്ങ് പോവാ. എനിക്ക് ചെറിയ സംശയം ഉണ്ടല്ലോ ഇതിൽ. പെട്ടെന്ന് വ്യൂസ് അങ്ങ് കൗണ്ട് കുറഞ്ഞടാ. വ്യൂസ് ഉണ്ടല്ല ഒറ്റ അടിക്ക് 0 വന്ന്. അതെന്ത് എല്ലാം കൂടെ പോയാൽ പെട്ടെന്ന് എല്ലാവരും എന്ത് ഇറങ്ങിപ്പോയാ? അതെന്ത് സംഭവിച്ചാൽ? സൗണ്ട് പോകുമ്പോഴാണ് എല്ലാവരും അങ്ങനെ പോകണം, അതെനിക്കറിയാം. അതല്ലാതെ എന്ത് ഇങ്ങനെ പോവാൻ സാധ്യത? അതെന്താണ് അങ്ങനെ? സൗണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞല്ല. ഇല്ല ബ്രോ, കുഴപ്പമൊന്നും ഇല്ല. എടാ ഈ കുഴപ്പമൊന്നും ഇല്ലെന്ന് നിങ്ങൾ പറയണുണ്ട്, പക്ഷേ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞല്ലേ. അപ്പോൾ ഓക്കെ. എടാ എന്തായാലും ബുഗാട്ടി വാങ്ങിക്കാൻ പോകണം. ലെറ്റ്സ് ഗോ ബ്രോ. ബൈ ചെയ്യാൻ പോകണേ. W or what chat? എടാ 2000 കോയിൻ നിന്ന് 425 കോയിൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 30 ലക്ഷത്തിൽ നിന്ന് 7,12,824 രൂപ ആയിട്ടുണ്ട്. ലൊട്ട ഉടുപ്പാ ലൊട്ട വണ്ടി ഒന്നുമല്ല നമ്മളെടുത്ത എല്ലാം ടോപ്പ് സാധനങ്ങളാണ്. ആ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാണ് എടുത്താൽ. ബുഗാട്ടി ചാറ്റ് നോക്കട്ടെ. ബുഗാട്ടി ഇവിടെ എവിടെയാണ്? ഇതല്ല, ഇത് തന്നെ സെറ്റ്. എടാ ഞാൻ ഗെയിം കളിച്ചു തുടങ്ങിയിട്ട് 4 ദിവസം 4 ദിവസമായാ 3-4 ദിവസമേ ആയുള്ളൂ. കണ്ട ബുഗാട്ടി എടുക്കാൻ പറ്റി. അതിന് നിങ്ങളും കൂടെ ഒരു കാരണമാണ്. കാര്യം പറയാമല്ലേ, നിങ്ങളും കൂടെ കാരണമാണ്. എന്തായാലും ബുഗാട്ടി എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഏതെങ്കിലും ഒരു സിംഗിൾ പ്ലെയർ പോയി നോക്കട്ടെ. സിംഗിൾ ട്രോപ്പിക്ക് പോകണോ? ട്രോപ്പിക്ക് കാർ കളർ റെഡ് ആക്ക്. നീ പറഞ്ഞ കാര്യമാടാ. ഉള്ള പറയാല്ല.
എടാ എനിക്കിതിൽ നിങ്ങൾ ആർക്കെങ്കിലും പണിയാൻ തരണമെന്നുണ്ടാവും. അത് ഞാൻ നോക്കട്ടെ. അതിപ്പം ഞാൻ തരുമെന്ന് പറഞ്ഞില്ല, നോക്കാം. അത് പണിയാൻ കൊടുക്കാം ആർക്കെങ്കിലും. ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്യാം, അതും പറഞ്ഞായിരുന്നു അമ്മേ. ബ്രോ കാർ കളർ ഉണ്ടാക്കടാ. ചാറ്റ് നോക്കിക്കോട്ടെ. എടാ എനിക്ക് ഒരു ജീവാഗൻ പോലീസ് കാർ ആക്കി തരുവടാ. എടാ മഷൂദെ ഞാനുണ്ടല്ലേ, ഞാൻ മോഡിഫിക്കേഷനിൽ എല്ലാം ഉണ്ടടാ. ഉള്ള പറയാല്ലേ, മോഡിഫിക്കേഷനിൽ എല്ലാം. നീ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ മോഡിഫിക്കേഷനിൽ എല്ലാം ഉണ്ടടാ. ഉള്ള പറയാല്ലേ. ഇങ്ങനെ റെഡാക്കിയപ്പോൾ ചെറിയൊരു ലൊട്ട. ഇതെന്ത് ഇങ്ങനെടാ നിങ്ങൾ? എടാ ഇതെന്താണ് ലൊട്ട? അടുത്ത് ഇങ്ങനെ തന്നെ റെഡാണ്. ഇത് റെഡല്ല ഇത്. ഇത് ഓക്കെ പച്ച. എടാ റെഡ് ഇതാണ്. ഇത് എല്ലായിട്ടുണ്ടോ? അരുൺ നായർ എനിക്ക് ഞാൻ സെറ്റാക്കി തരാൻ നീ ഒന്ന് ഒപ്പിച്ച് തരൂ. എടാ ഞാൻ ഒപ്പിച്ചെന്ന് വെച്ചാൽ നീ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് വരണം. അവന്മാർ നല്ല ഇതാണ്, അവന്മാർ നല്ല സപ്പോർട്ടാക്കി. അവന്മാർ ഒപ്പം തന്നെ നിങ്ങൾക്ക് സെറ്റാക്കി തരും. നീ ഇങ്ങനെ ചോദിക്കും, നമ്മളോട് ചോദിക്കും. ബ്രോ ഞാൻ സെറ്റാക്കി തരാം, ആരോടെങ്കിലും ഓക്കെ എടാ നോക്കാം, പറയാം ആവശ്യമേ. സൈറൻ മാത്രം മതി. സൈറൻ സെറ്റാക്കാം, നമുക്ക് നോക്കാം. അതായത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വരുമല്ലോ, റൂമിലേക്ക് കയറില്ല. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ബ്രോ എടാ അരുൺ നേരെ നീ വാ. അത് തന്നെ. എടാ ഞാൻ ഇത് ചെയ്താൽ ശരിയാവും എനിക്ക് തോന്നല്ല. അരുൺ ഇത് കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. എന്നാലും അരുൺ വരട്ടെ. അരുൺ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിരുന്നു തോന്നുന്നു. റെഡ് മണി ബ്രോ പൈസ വേണമല്ലോ. റിയൽ മണി. റിയൽ മണിയാണ് ഇപ്പോൾ എൻ്റെ ഇവിടെ നിന്നാണ് റിയൽ മണി അല്ല. നമുക്ക് കസ്റ്റമൈസേഷൻ മോഡിഫിക്കേഷൻ കുറച്ച് കഴിയട്ടല്ലേ, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാനേ നല്ല. മെയിൻ അവിടുത്തെ ആരോ ക്ലിക്ക് ചെയ്യുന്ന മനസ്സിലായല്ലോ. നിങ്ങളെന്ത് പറയണം? ഞാൻ ബ്ലൂ സെറ്റാക്കി തരാം ബ്രോ. അരുൺ ബ്രോ ഞാൻ ബ്രോയുടെ അല്ല പറഞ്ഞേ. ഓക്കെ ഞാൻ വെച്ചാൽ എൻ്റെ അടുത്താണ് പറഞ്ഞത്. എടാ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്നൊരു സിംഗിൾ പ്ലെയർ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. സിംഗിൾ പ്ലെയർ ആണോ മൾട്ടിപ്ലെയർ വരണോ? മൾട്ടിപ്ലെയർ വന്ന് ആരെങ്കിലും വരും, അല്ലെങ്കിൽ ജസ്റ്റ് സിംഗിൾ പോവാം, അതിനുശേഷം മൾട്ടിപ്ലെയർ നമുക്ക് കയറാം. ഇവിടെ ട്രോപ്പിക്ക് പോയപ്പോൾ എനിക്ക് ട്രോപ്പിക്ക് പറ്റുകയാണോ? അവിടെ എപ്പോഴും എനിക്കിപ്പോൾ ട്രോപ്പിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ട്രോപ്പിക്ക്. അവിടെ ഇപ്പോൾ വ്യൂസൊക്കെ അത്യാവശ്യം വന്ന് 5 വ്യൂസ് വന്നു. പെട്ടെന്ന് ഒന്നായിട്ട്. അതാണ് ഈ സംശയം. ഇപ്പോൾ എന്തായാലും സൗണ്ട് പ്രശ്നമായെങ്കിൽ എല്ലാവരും ഇറങ്ങിപ്പോവും. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയത്. ഓക്കെ പെട്ടെന്ന് വാ. വണ്ടി ബാക്കിലോട്ട് പോകണത് എവിടെ ഞാൻ നിൽക്കണ? എടാ ലൊട്ടലാ കടിക്കല്ലേ. അയ്യോ എനിക്ക് ഇതൊന്ന് മാറ്റിക്കോട്ടെ. വീലിപ്പോൾ ശരിയാവൂല. വീല് ഓ നിൽക്കേ. ബ്ലൂ കളർ ആക്കി തരാം. എനിക്ക് ചാറ്റ് നോക്കാം ഒരു സെക്കൻഡ്. കളർ മാറ്റാൻ അവിടെ മെയിൻ കളർ ഇന്ത്യ അവിടെ ആരോ ഉണ്ട്. റെഡ് ആരോ ഉണ്ട് അവിടെ. ക്ലിക്ക് ചെയ്താൽ കളർ മാറ്റിയാൽ മതി. സെറ്റാക്കി. എടാ എനിക്ക് സൈറം. എടാ നീ ഞാൻ വണ്ടി ചാറ്റ് നോക്കാൻ പോയപ്പോഴത്തേക്ക് വണ്ടി ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്തായാലും നോക്കാം. എടാ എനിക്ക് ഇന്ത്യർ ഞാൻ നോക്കിയോട്ടെ. എല്ലെന്ന് മാത്രം പറയടാ. ഉള്ള പറയാല്ലേ ഡബ്ല്യു അല്ലേ. കൺട്രോൾ വലിയ സീൻ കാണൂല. എന്തായാലും നോക്കാം. അതിനിടെ ചാറ്റ് അവനങ്ങാട്ടിക്കായിട്ടും ഇതിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവിടെ എനിക്ക് ഈ ഒരു വ്യൂ ഒത്തിരി സെറ്റാക്കാനുണ്ട്, കാര്യം പറയാമല്ലോ. കൺട്രോള് സെറ്റാക്കാം. എടാ ഗ്രാഫിക്സിൽ ഒട്ടേ കിടക്കണോ നോക്കണം കേട്ടോ, കാര്യം പറയാമല്ലോ. എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റായിക്കോട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് ഇറങ്ങി നോക്കിയോട്ടെ. എടാ ലുക്ക് കണ്ടല്ല, ന്യൂ ലുക്ക്, പുതിയ കാർ ബുഗാട്ടിയും ന്യൂ ലുക്ക്. ഒരു ഫോട്ടോ എടുത്തോട്ടെ. എൻ്റെ റൂം ഇടാം. അത് തന്നെയാണ് നല്ല റൂം ഇടാം. അതിനിടെ അരുൺ അവിടെ വേറെ ആരോ കാറിൻ്റെ കാര്യം സെറ്റാക്കണം തോന്നുന്നു. എന്തായാലും നോക്കാം. എടാ ഈ നിഴൽ വന്ന് എൻ്റെ മുഖം മറയ്ക്കണ്ടാ. ഇത്തിരി വെളിച്ചം വേണമായിരുന്നല്ലേ മുഖത്ത്. നോട്ട് വന്നോണ്ട് വെളിച്ചം സെറ്റായി. തമ്പനയിലിടാടാ. നല്ല കാര്യം, തമ്പനയിലിടാം. എനിക്ക് ഇനി വണ്ടിയിലകത്ത് വരട്ടെ. എടാ ഫോട്ടോ കിട്ടിക്കാണും. കിട്ടിക്കാണും. ഏത് കിടക്കണ? 3 2 2 മതി.
ഇടയിൽ ഇനി കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്, എൻജിൻ്റെ പരിപാടി, അതേപോലെ തന്നെ മറ്റേ ടർബോരത്, പിന്നെ അറിയാമല്ലോ കുറച്ച് അധികം പരിപാടി ചെയ്യാനുണ്ട്. ഈ എൻജിൻ ടർബോ അതൊന്നും ഞാൻ ചെയ്തില്ല, അത് നമുക്ക് ചെയ്യാം, ടൈം എടുക്കും, പക്ഷേ ചെയ്തൊരു സെറ്റാക്കാനുണ്ട്. ഇതിപ്പം ചെയ്യാതെ തന്നെ ഓൾറെഡി സെറ്റാണ്, പക്ഷെ ചെയ്യുമ്പം കൂടുതൽ ഡബിൾ ആവും. നല്ല പൊട്ടണ രീതിയിലൊക്കെ വെച്ചേ എല്ലാം സെറ്റാക്കാനുണ്ട്, അതെല്ലാം നമുക്ക് നോക്കാം. ഞാൻ റെഡ് ഫോക്സ് ബ്രോ സെറ്റാക്കി തരും ഞാൻ. ഓക്കെ എടാ, നീ ഇപ്പം എൻ്റെ അടുത്ത് പറയണോ വേറെ അവൻ്റെ അടുത്താണ് പറയണം? നീ നേരത്തെ വേറെ അടുത്തല്ലേ സംസാരിച്ചു? ഇപ്പം എൻ്റെ അടുത്ത് തന്നെയല്ല. സ്റ്റിക്കർ ഞാൻ ആക്കാം, സ്റ്റിക്കർ നീ ആക്കാം. എടാ ഞാൻ ഇപ്പോൾ റൂം ഇടണോ? ചാറ്റ് നിങ്ങൾ പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം പേര് പറഞ്ഞാൽ റൂം ഇടാം. ഇപ്പം 5 പേര് ലൈവ് ആണല്ലോ, റൂം ഇടണോ? കാരണം ഇപ്പം റൂം ഇട്ട് ആരും വന്നില്ലെങ്കിൽ മൊണ്ടിയാവും. അതുകൊണ്ടാണ് ഞാൻ റൂം ഇടാൻ പറയാം. റൂം ഇടണോ വേണ്ടേ ചോദിക്കണം. റൂം ഇടണോ വേണ്ടേ? നിങ്ങൾ പറ, റൂം ഇടണോ വേണ്ടേ പറ. എടാ ലാഗ് അടിച്ച് അടച്ച് എടാ ചെറിയ ബഗ് അടിച്ചു നോട്ടാ. കാര്യം പറഞ്ഞാൽ എനിക്ക് സ്ക്രീൻ അടക്കാൻ പറ്റില്ല. എടാ സ്ക്രീൻ ഇടത്തോട്ട് വലത്തോട്ട് ആക്കാൻ പറ്റില്ല. ലൊട്ട